ശരീരഭാരം കൂടുവാനായിട്ട് ലോകത്ത് 10 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അവ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 10 മുതൽ എണ്ണി 7 വരെയുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 6ാമത്തെ കാരണമാണ് പറയാൻ പോകുന്നത്. പഴയ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ശരീരഭാരം ഉയരുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ സ്ലീപ്പാണ്. നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരഭാരം കൂടുവാനായി കാരണമാകും. ഇനി നമ്പർ 5, അത് ഇൻഫ്ലമേഷൻ ആണ്. നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന ഏതെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ അത് മെറ്റബോളിസത്തിനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കി ഫാറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് കാരണക്കാരനായി മാറാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കേണ്ടത് ഈ വണ്ണം കുറയ്ക്കുന്ന പ്രോസസ്സിൽ വളരെ അത്യാവശ്യമാണ്. നമ്പർ 4, അത് ഹോർമോണൽ പ്രോബ്ലംസ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണിന്റെ ഇംബാലൻസുകളും നമ്മളെ അമിതഭാരമുള്ള ആളുകളാക്കി മാറ്റുന്നതാണ്. ഇനി പറയാൻ പോകുന്ന 3 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. താഴെ പറഞ്ഞ മിക്ക കാരണങ്ങളെയും നമുക്ക് മുകളിൽ പറഞ്ഞ 3 കാരണങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റും. അതിൽ 3ാമത്തെ കാരണമാണ് നിങ്ങളുടെ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. കാരണം മസിൽ മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെറ്റബോളിസം ഇൻക്രീസ് ആവും. നിങ്ങളുടെ മെറ്റബോളിസം ഇൻക്രീസ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് നിങ്ങളുടെ മസിലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേശി എന്ന് പറയുന്നത്. ഇനി നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതായത് നിങ്ങൾ കഴിക്കുന്ന കാലറിയേക്കാളും കൂടുതൽ ബേൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ണം കുറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ഡെയിലി കാലറി എക്സ്പെൻഡിച്ചർ കൂടുകയും നമ്മുടെ വണ്ണം കുറയാൻ അത് കാരണമാവുകയും ചെയ്യും. ഇനി നമ്പർ 1 ആണ് ഡയറ്റ്. അതെ, കൃത്യമായ ഡയറ്റ്. അതും ആഹാരം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ എങ്ങനെ ക്രാക്ക് ഡയറ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. കൃത്യമായ സമയത്ത് കൃത്യമായ ന്യൂട്രീഷൻസ് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വണ്ണം കുറയുന്നതാണ്. കൃത്യമായ അളവിൽ ഈ പറഞ്ഞ പോലെ മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ ആഡ് ചെയ്ത് യാതൊരു തരത്തിലുള്ള ക്രാക്ക് ഡയറ്റും ചെയ്യാതെ നല്ലൊരു ഡയറ്റ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഡയറ്റ് എഴുതി മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഡയറ്റ് നൽകുന്നതാണ്. ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേഷ്യോയും നിങ്ങളുടെ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചറും ഒക്കെ അറിഞ്ഞ് അതിൽ നിന്ന് ഒരു 500 കാലറി എങ്കിലും കുറച്ചുകൊണ്ടുള്ള ഡയറ്റ് എടുത്ത് തന്നെ പോകണം. ഒരിക്കലും ഒരു 1000 കാലറി കുറയ്ക്കുക അല്ലെങ്കിൽ ക്രാഷ് ഡയറ്റ് ചെയ്യുക ഒന്നും ചെയ്യരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ അത് ചർച്ച ചെയ്ത് പോകുന്നതാണ്. അതായത് പല ആളുകളും വെയിറ്റ് ലോസ് ചെയ്തതിന് ശേഷം അവരുടെ വെയിറ്റ് 10 മടങ്ങായിട്ട് തിരിച്ചു കൂടാറുണ്ട്. എങ്ങനെ നമ്മൾ കുറച്ച വെയിറ്റ് കൂടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കാതെ ഒരിക്കൽ കുറച്ച വെയിറ്റ് പിന്നെ തിരിച്ചു വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത്. അതുവരേക്കും I am Rajesh Mohan signing off.